രാത്രി കൊണ്ട് നമ്മുടെ രാജ്യം തിരികെ എത്തിച്ചത് 1,00,000 കിലോഗ്രാം സ്വർണമാണ്. കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ഒരു നീക്കം നടന്നത്. നമ്മുടെ സ്വർണം ഇന്ത്യ തിരികെ എത്തിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ സ്വർണം ഇന്ത്യ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്കറിയാം, എല്ലാ രാജ്യങ്ങൾക്കും കരുതൽ സ്വർണ ശേഖരമുണ്ട്. എന്തിനാണ് ഈ കരുതൽ സ്വർണ ശേഖരം? അതായത് നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്ന കരുതൽ സ്വർണ ശേഖരം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് ഇരുന്നിരുന്നത്. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും അമേരിക്കയുടെ ബാങ്കുകളിലും മറ്റും ലോക രാജ്യങ്ങൾ കൊണ്ടുവയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡോളറിലടക്കം കച്ചവടം നടത്തുമ്പോഴും അല്ലെങ്കിൽ പല വായ്പകൾക്കും എല്ലാം തന്നെ അത് വളരെ സുഗമമായി പോകാനാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വായ്പ തരാൻ പോവുകയാണ്, ലോക ബാങ്ക് ഒരു വായ്പ തരാൻ പോവുകയാണ് നിങ്ങളുടെ രാജ്യത്തിന്. ആ രാജ്യത്തിന് വായ്പ തരുമ്പോൾ നിങ്ങൾക്ക് എത്ര കരുതൽ സ്വർണ്ണമുണ്ട് എന്ന് നോക്കും. അത് വെച്ചാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അളക്കുന്നത്. ഈ കരുതൽ സ്വർണ്ണമാണ് ഇന്ത്യ 77% ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ രാജ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത് നമ്മുടെ രാജ്യത്തിലേക്ക് തിരിച്ചെത്തിച്ചത്? ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് സുരക്ഷിതമായി അവിടെ തന്നെ ഇരിക്കില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ പല ആൾക്കാരും ഉയർത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യക്ക് അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡോളറിനെ ഡീഡോളറൈസേഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡോളറിന്റെ ശക്തി ക്ഷയിപ്പിക്കാനാണ് എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും മറ്റു ചിലർ പറയുന്നുണ്ട്. എന്തായാലും ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിൽ മുമ്പ് സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സ്വർണം ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ ആഭ്യന്തര ഖനികളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഈ സ്വർണ്ണ തിരക്കിന് പിന്നിലെ പ്രധാന പ്രശ്നം സുരക്ഷയുടെയും വിശ്വാസത്തിന്റെയും ചോദ്യമാണ്. ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത്. കൂടാതെ സ്വർണത്തിന്റെ വലിയൊരു ഭാഗം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവും അഫ്ഗാനിസ്ഥാന്റെ ആസ്തികൾ മരവിപ്പിച്ചതുപോലുള്ള സംഭവങ്ങൾ, വലിയ തീരുമാനങ്ങൾ കാരണം വിദേശത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണം എപ്പോൾ വേണമെങ്കിലും കുമിഞ്ഞുകൂടാമെന്ന് ചിന്തിക്കാൻ കേന്ദ്ര ബാങ്കുകളെ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന് പിന്നിലെ മറ്റൊരു അഭിപ്രായം, വിദഗ്ധരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, സ്വർണം ഇപ്പോൾ വെറും ഒരു നിക്ഷേപമായി മാത്രമല്ല ഒരു സുരക്ഷാ ഇൻഷുറൻസുമായി മാറിയിരിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ കൈവശം അതുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് ഉപയോഗപ്രദമാകൂ. ഇന്ത്യയുടെ മൊത്തം വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സ്വർണത്തിന്റെ പങ്ക് 13.9% നിന്ന് 16.7% വർദ്ധിച്ചു. മുമ്പ് ലണ്ടൻ പോലുള്ള വിപണികളിൽ വ്യാപാരം എളുപ്പമാക്കുന്നതിനാണ് സ്വർണം അവിടെ സൂക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ലിക്വിഡിറ്റിയേക്കാൾ സുരക്ഷയാണ് പ്രധാനം. ലിക്വിഡിറ്റിക്ക് വേണ്ടി കുറച്ച് സ്വർണം അവശേഷിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം അതിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതിനാൽ ഏത് അടിയന്തര സാഹചര്യത്തിലും ഇത് ഉടനടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക് മലയാളം.